പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള സവിശേഷ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഈ സ്കൂളുകൾക്കായി പ്രഖ്യാപിച്ച പാക്കേജിലെ കർശന നിബന്ധനകളാണ് തിരിച്ചടിയാവുന്നത്. സ്പെഷ്യൽ സ്കൂളുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന സ്പെഷ്യൽ പാക്കേജ് വിപരീത ഫലമുണ്ടാക്കുന്നു. പാക്കേജിലെ നിബന്ധനകളാണ് തിരിച്ചടിയാവുന്നത്. നിബന്ധനകളിൽ ഇളവ് നൽകിയില്ലെങ്കിൽ നൂറുകണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാവും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള സവിശേഷ വിദ്യാലയങ്ങൾക്ക് 2008 മുതലാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും ധനസഹായം അനുവദിച്ചു തുടങ്ങിയത്. സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരുന്നു ഇതുവഴി സാധ്യമായിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, കുട്ടികൾക്ക് യൂണിഫോം, വാഹന സൗകര്യം, ജീവനക്കാർക്ക് വേതനം നൽകുക എന്നിവയെല്ലാം ഈ ധനസഹായം കൊണ്ട് നിർവഹിക്കണമായിരുന്നു. 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരം വിദ്യാലയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കുകയും 168ഓളം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുച്ഛമായ വേതനത്തിന് യാതൊരു സംരക്ഷണവുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏകീകൃത സിലബസ് ഇല്ലാത്ത പഠനം, അനുവദിക്കുന്ന ധനസഹായം ഒന്നിനും തികയാത്ത സാഹചര്യം തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഈ അവസ്ഥയിൽ നിന്നും ഈ മേഖലയെ സംരക്ഷിക്കാൻ ഇതര ഭിന്നശേഷിക്കാർക്കായുള്ള വിദ്യാലയങ്ങളെപ്പോലെ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം എയ്ഡഡ് പദവി നൽകുന്നതിന് പദ്ധതി കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ ഉത്തരവ് വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നതിനാൽ ഇത് നടപ്പായില്ല. 2016 തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രധാന വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ അർഹതയുള്ള സവിശേഷ വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുമെന്നത്. എന്നാൽ 8 വർഷമായിട്ടും ഇത്തരമൊരു തീരുമാനമുണ്ടാവുന്ന ആലോചന പോലും നടന്നിട്ടില്ല. ഇതിനിടയിൽ മാനേജ്മെൻറ്റുകളും ജീവനക്കാരും രക്ഷിതാക്കളും പ്രക്ഷോഭവുമായി നിരത്തിലിറങ്ങാൻ തുടങ്ങി. 2019 സ്പെഷ്യൽ സ്കൂളുകൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയും ഇതിനായി 25 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതിനായി പ്രത്യേക നിബന്ധനകളും നിർദ്ദേശങ്ങളും ഉണ്ടാക്കി. സ്പെഷ്യൽ പാക്കേജ് ലഭിക്കണമെങ്കിൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള 20 കുട്ടികളെങ്കിലും വേണമെന്നതാണ് പ്രധാന നിർദ്ദേശം. എന്നാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന 100-ൽ പരം കുട്ടികളുള്ള സ്ഥാപനങ്ങളിൽ പോലും 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികൾ ഇല്ലാത്ത അവസ്ഥയാണ്. ട്രെയിനർമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നവർക്ക് നിബന്ധനകളിൽ ഇളവ് നൽകണമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പല സ്ഥാപനങ്ങളും തുച്ഛമായ വേതനത്തിന് 30-40 വർഷത്തെ പരിചയസമ്പന്നരായ ജീവനക്കാരും പുറത്തായി തുടങ്ങി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 50-ലേറെ സ്കൂളുകൾ അടച്ചുപൂട്ടി. നൂറുകണക്കിന് ജീവനക്കാർ വഴിയാധാരമായി. മാനദണ്ഡങ്ങളിലെ ഇളവുകൾക്കായി നിരന്തരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിവേദനങ്ങളും പരാതികളുമായി മാനേജ്മെൻറ്റുകളും ജീവനക്കാരുടെ സംഘടനയുമൊക്കെ കയറി ഇറങ്ങുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം മുതൽ പാക്കേജിനുള്ള അപേക്ഷ പ്രത്യേക സോഫ്റ്റ്വെയർ മുഖേനയാണ് സ്വീകരിക്കുന്നത്. ഇതിലാവട്ടെ ആകെ ആശയക്കുഴപ്പവും. ഇത് പരിഹരിക്കാൻ പ്രധാനാധ്യാപകർക്ക് പരിശീലനം നൽകുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. സ്പെഷ്യൽ സ്കൂളുകളെക്കുറിച്ചോ അവിടുത്തെ പഠന പ്രക്രിയയെക്കുറിച്ചോ ജീവനക്കാരുടെ നിർദ്ദിഷ്ട യോഗ്യതയെക്കുറിച്ചോ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കാരണം ഈ മേഖലയെക്കുറിച്ച് അറിവോ പരിചയമോ ഉള്ള ഒരാളെങ്കിലും ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. റീഹാബിലിറ്റേഷൻ കൗൺസിലിൻ്റെ നിയമപ്രകാരം അനുവർത്തിക്കേണ്ട യോഗ്യതകൾ ബഡ് സ്കൂളുകൾക്ക് ബാധകമാവുന്നില്ല എന്ന ഇരട്ട നീതി അംഗീകരിക്കാനാവില്ല എന്നും ഇപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആശ്വാസമായിരുന്ന സ്പെഷ്യൽ സ്കൂളുകൾ എങ്ങനെയും പൂട്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറ്റണമെന്നും സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. തൊഴിലാളി ക്ഷേമ സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരാണ് ഈ നീക്കമെന്നും അവർ പറയുന്നു. വിരമിക്കൽ പ്രായം 60 ആക്കിയപ്പോൾ ആശ്വാസം കൊണ്ടിരുന്ന ജീവനക്കാർ അകാലത്തിൽ കൂട്ടത്തോടെ പിരിഞ്ഞു പോവേണ്ട നിർഭാഗ്യ സാഹചര്യമാണിപ്പോൾ. സർക്കാർ ഇക്കാര്യത്തിൽ സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വർഷങ്ങളായി ഭിന്നശേഷി മക്കൾക്ക് തണലായിരുന്ന വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.